ഹായ്. അപ്പോൾ ട്രാവൽ മുർഷിദിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ 15ാമത്തെ രാജ്യമായ ഫിലിപ്പീൻസിന്റെ മനിലയിലേക്കാണ് പോകുന്നത്. ദുബായിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 9 മണിക്കൂറുണ്ട്. ബാഗൊക്കെ തൂക്കി റെഡിയാണ് 2024 നമ്മൾ ആദ്യത്തെ അഡ്വഞ്ചറിന് വേണ്ടിയിട്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് വിസ കാര്യങ്ങളൊക്കെ അവിടെ ലാൻഡ് ചെയ്തതിനു ശേഷമാണ് പറയുന്നത്. സോ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ള മനിലയിലേക്ക് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 9 hours ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്. 10 days ഫ്ലൈറ്റിനാണ് ഉണ്ടെന്നുള്ളത്. എല്ലഡോയിൽ പോകുന്നുണ്ട്, സെബുവിൽ പോകുന്നുണ്ട്, ബൊഹോർ, സിക്കിഹോർ. ടൈറ്റ് ഷെഡ്യൂളാണ്. ലെറ്റ്സ് എക്സ്പ്ലോർ ഫിലിപ്പീൻസ്. സെബു പസഫിക്കിന്റെ ഒരു ബജറ്റ് എയർലൈൻസ് ആണെങ്കിലും അവരുടെ ഓൺ ബോർഡ് ഉള്ള ഫുഡൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്. സോ ഞാൻ ചെയ്തിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വാങ്ങിക്കാന്ന് വിചാരിക്കുന്നത്. കാരണം ഇതാകുമ്പോൾ നൂഡിൽസ് 6 ദിറംസിന് 8 ദിറംസിന് കോഫി ഒന്നും വലിയ പ്രൈസ് അല്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു നൂഡിൽസ് ആണ്. നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 150 ഒരു 10 ദിറംസിന്റെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഭാഗ്യത്തിന് നമുക്ക് കിട്ടില്ല. നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഹായ്. അപ്പം നമ്മൾ ഫിലിപ്പീൻസിലേക്കാണ് യാത്ര പോകുന്നത് പറഞ്ഞു. നമ്മൾ ഫിലിപ്പീൻസിലെ വിസയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ത്യക്കാരായ നമ്മളുടെ കയ്യിൽ സിംഗപ്പൂർ, ഷെങ്കൻ, US, UK, ഓസ്ട്രേലിയ, കാനഡ ഇതുപോലുള്ള ഏതെങ്കിലും കൺട്രീസിൽ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കൺട്രീസിലേക്ക് നമ്മുടെ കയ്യിൽ വിസയോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഫിലിപ്പീൻസിൽ 14 days ഓണറബിൾ കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് 21 days വരെ ആക്കാവുന്നതാണ്. 7 days കൂടെ ആഡ് ചെയ്തിട്ട്. നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ 2 കാറ്റഗറിയിൽ നമുക്ക് വിസ അപ്ലൈ ചെയ്തിട്ടും. വിസിറ്റ് വിസയിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അൽഐൻ അബുദാബി എന്നുള്ള എമിറേറ്റ്സ് ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അബുദാബിയിലുള്ള എംബസിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവരുടെ വെബ്സൈറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അതല്ല, ദുബായ്, ഷാർജ മുതൽ ഈ നോർത്തേൺ എമിറേറ്റ്സിലുള്ള എത്ര ആളുകൾക്കും അപ്ലൈ ചെയ്യേണ്ടത് ദുബായിലെ എംബസിയാണ്. 2 സ്ഥലത്ത് ഇവിടെ എംബസിയുള്ള UAE. അപ്പം നമ്മൾ ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് എംബസിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ ഈ കാണിച്ചിരുന്ന പോർട്ടലിൽ കയറിയിട്ട് പ്രീ അസസ്മെന്റ് പോർട്ടൽ അപ്ലൈ ചെയ്യണം. അതിനാദ്യം നമ്മൾ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ അവരുടെ ഫോം ഡൗൺലോഡ് ചെയ്യണം. ആ ഫോം നമ്മൾ ഡീറ്റെയിൽസ് ബേസിക് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. എന്നിട്ട് ഈ പ്രീ അസസ്മെന്റ് പോർട്ടൽ പാസ്പോർട്ട് നമുക്ക് മിനിമം 6 months വാലിഡിറ്റി ഉണ്ടായിരിക്കണം. വിസക്കും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ ഫോമും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൂഫ് ഓഫ് ഫൈനാൻസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് റിസർവേഷൻ അവരതിൽ ചോദിക്കുന്നത് എന്താണോ അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് പ്രീ അസസ്മെന്റ് കൊടുക്കും. അപ്പോൾ അവർ ആദ്യം അസസ് ചെയ്തിട്ട് ആ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മെയിൽ തിരിച്ചയക്കുമ്പോൾ ഇന്റർവ്യൂ ഡേറ്റ് വരുന്നുണ്ട്. വളരെ ഈസിയാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞുള്ള ഡേറ്റ് ഉണ്ടായിരിക്കും അവർ തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഡേറ്റിന് നമ്മൾ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം. അതിന് പുറമെ നമ്മൾ NOC കൊണ്ടുപോകണം നമ്മുടെ കമ്പനിയിൽ നിന്നല്ല. അതിൽ നമ്മുടെ ഡെസിഗ്നേഷൻ, നമ്മുടെ ജോയിനിങ് അപ്ഡേറ്റ്, നമ്മുടെ സാലറി ഒക്കെ മെൻഷൻ ചെയ്ത് ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ NOC ലെറ്റർ കൊണ്ടുപോകാം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇവിടെ വളരെ സിമ്പിളാണ്. ഷെങ്കൻ പോലെ 15,000 20,000 ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. വെറും 5,000 dirhams നമ്മൾ ബാലൻസ് ഉണ്ടായാൽ മതി. അതുപോലെ നമ്മൾ ഹോട്ടൽ റിസർവേഷന്, ഫ്ലൈറ്റ് റിസർവേഷൻ ഈ രണ്ടും ഞാൻ ഡമ്മി ആയിരുന്നു കാണിച്ചത്. ബുക്കിംഗ് കൊടുക്കുമ്പോൾ പോയിട്ട് ഹോസ്റ്റൽസ് ക്യാൻസലേഷൻ ഓപ്ഷനുള്ള ഹോസ്റ്റൽസ് ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ ഹോട്ടലും ഫ്ലൈറ്റ് ഞാനൊരു ഏജൻസിയെ സമീപിച്ച് ഡമ്മി ടിക്കറ്റ് എടുക്കായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കുറച്ച് എക്സ്പെൻസീവ് വരുന്ന ടിക്കറ്റ്സ് ആണ്. നമുക്ക് ഇൻ കേസ് വിസ റിജക്റ്റ് ആവുകയാണെങ്കിൽ പോകണമെന്ന് വെച്ചിട്ട് ചെയ്താണ്. ഒരു 1 month മുമ്പ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ നല്ലത്. ഇതിനും ഡോക്യുമെന്റ്സ് നമ്മൾ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് ഒരു 220 dirhams അവിടെ പേ ചെയ്യാൻ പറഞ്ഞു. 1 month വിസിറ്റ് വിസയ്ക്കുള്ള പേയ്മെന്റ് ആണ്. എന്നിട്ട് ഓൾമോസ്റ്റ് 8 days കഴിഞ്ഞുള്ള ഡേറ്റ് എനിക്ക് സ്ലിപ്പ് തന്നു. ആ സ്ലിപ്പ് കൊണ്ട് ഞാൻ 8 days കഴിഞ്ഞ് അവിടെ പോയപ്പോൾ അവരുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് തരാണ് ഉണ്ടായിരുന്നത്. സ്റ്റാമ്പ് ചെയ്ത വിസ കിട്ടി. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് 90 days അതിലുണ്ടായിരുന്നു. 90 daysനുള്ളിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ മതി. ആ വിസയുടെ വാലിഡിറ്റി വൺസ് നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് 30 days നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത വിസയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഫ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് വരുന്ന ഫ്ലൈറ്റാണ് ഫിലിപ്പീൻസിലേക്ക് ഉണ്ടാകുന്നത് സാധാരണയെങ്കിലും. എനിക്ക് സെബു പസഫിക് ആണ് അവരുടെ ഒരു ബഡ്ജറ്റ് എയർലൈൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനകത്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. 9 hours ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും സെബു പസഫിക്കിലാണ്. എനിക്ക് ഓൾമോസ്റ്റ് 1,700 1,800 ആണ് വിത്തൗട്ട് ലഗേജ്, ഉള്ളി ഹാൻഡ് ലഗേജ് ഉള്ള ടിക്കറ്റിന് വന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ കുറച്ച് മുമ്പേ പ്ലാൻ ചെയ്ത് അപ്ലൈ ആണെങ്കിലൊക്കെ നല്ല പ്രൈസിനൊക്കെ ടിക്കറ്റ്സ് കിട്ടുന്നതാണ്. സോ
അത് അപ് ടു നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത്. കാരണം അതല്ലെങ്കിൽ ഇതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്തോനേഷ്യ, മലേഷ്യ അതൊക്കെ അടുത്തടുത്ത രാജ്യങ്ങളാണ്. ഇവിടേക്കൊക്കെ ചെറിയ പ്രൈസിന് ഫ്ലൈറ്റ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ 2-3 കൺട്രീസ് കവർ ചെയ്തൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ കറന്റ് ഇതാണ് വിസയുടെ പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 days യാത്രകളടക്കം നമ്മൾ ഫിലിപ്പീൻസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ്സ് ഒക്കെ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരുന്നതാണ്. സോ ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നത്. ബൈ. ഹായ്. ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മള് ഫിലിപ്പീൻസിൽ നമ്മളെ 15ാമത്തെ രാജ്യത്ത് ലാൻഡ് ചെയ്തിട്ടാണുള്ളത്. സെബു പസഫിക് ആയിരുന്നു. രാത്രി അവിടെ നമ്മൾ 10 മണിക്ക് പുറപ്പെട്ടാണ് ദുബായിന്ന്. 8:30 ഇവിടെ ലാൻഡ് ചെയ്തു. സോറി 10:30 ലാൻഡ് ചെയ്തു. 11 മണിക്കാണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എമിഗ്രേഷനിൽ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാ പോകുന്നത് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ആക്ച്വലി നമ്മളിവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. കുറച്ച് ഫ്ലൈറ്റിൽ നമുക്ക് എന്താ പറയാ, ഈ ട്രാവലിൽ അത് രജിസ്റ്റർ ചെയ്യണം, ഒരു QR കോഡ് കിട്ടണം. അതുപോലെ തന്നെ പിന്നീട് ഇവരുടെ ഒരു കസ്റ്റംസ് ക്ലിയറൻസിന്റെ പേപ്പർ ഫില്ല് ചെയ്യണം. അത് എയർലൈൻസ് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വേറെ ഇമിഗ്രേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാണ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ. സോ എല്ലാം നിങ്ങൾ സെറ്റാക്കിയിട്ട് വേണം വരാൻ. ഡിപ്പെൻഡ്സ് ഓൺ ദ ഇമിഗ്രേഷൻ ഓഫീസറാണ്, നമുക്ക് അങ്ങനെ ചോദിച്ചില്ല. പിന്നെ ഞാൻ പുറത്തെത്തി എനിക്ക് സിം കാർഡ് എടുക്കാൻ ഒരുപാട് സമയം പോയി. ഞാൻ ഈ സിം കാർഡ് ചോദിച്ച് വെയിറ്റ് ചെയ്ത് അവരുടെ സിസ്റ്റം മൊത്തം ഹാങ് ആയിരുന്നു. ഗ്ലോബ്, സ്മാർട്ട് അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. സിം കാർഡിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞാൻ കണ്ടിടത്തോളം 1600 പെസെ അല്ലെങ്കിൽ 2000 പെസെ എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 100ന് മുകളിൽ എമൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ അന്നേരം അവിടെ സിം കാർഡ് എടുത്തത് ഒരു 2000 പെസോടെ ഒരു സിം കാർഡായിരുന്നു എടുത്തത്. ഗ്ലോബ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് ഓൾമോസ്റ്റ് 128 GB അങ്ങനെയാണ് വരുന്നത്. നമുക്ക് 10 days ഉള്ളൂ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റൽസിലൊക്കെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കറൻസി ഞാൻ ചേഞ്ച് ആക്കേണ്ടി വന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ദുബായിന് ചേഞ്ച് ആക്കി വന്നിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ചേഞ്ച് ആക്കുമ്പോൾ എപ്പോഴും നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാവാം. സോ അവിടെ നിന്ന് എനിക്കൊരു 14.70 കിട്ടി. അതായിരുന്നു നമ്മൾ അവിടെ ഉണ്ടായിരുന്ന റേറ്റ്. അങ്ങനെ നമ്മളിപ്പം അവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് 1:50 അടുത്ത പ്യൂട്ടോ പ്രിൻസസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. സോ അവിടെ ഒരു ഫ്ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം അവിടെ കുറച്ച് സിം കാർഡിന് കുറച്ച് ടൈം പോയി. പിന്നെ ഷട്ടിൽ ബസ്സിന്റെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഷട്ടിൽ ബസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ലേറ്റ് ആവും, 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരിക. അത് വീണ്ടും 2-3 ടെർമിനലിൽ പോയിട്ട് അവിടെ എത്തുമ്പോഴേക്ക് 1/2 മണിക്കൂർ കഴിയും. പിന്നെ നിങ്ങൾക്ക് ചെറിയ ടൈം ഉണ്ടാവുള്ളൂ പറഞ്ഞ് നിങ്ങൾ പുറത്ത് ടാക്സി പിടിച്ചു പറയാം. അങ്ങനെ ഞാൻ ഗ്രാബ് ടാക്സി ഒരു സാധനം ബുക്ക് ചെയ്തു. ഇവിടെ അല്ലെങ്കിൽ യെല്ലോ ടാക്സി ഉണ്ടാവും. അപ്പൊ ഇത് വെറും 290 പെസോ മാത്രമേ ഉള്ളൂ, 300 പെസോന്റെ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. ടെർമിനൽ 3-ന്ന് 2ലേക്ക് പോകാൻ 20 മിനിറ്റിന്റെ മുകളിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇങ്ങനത്തെ ബ്രിഡ്ജ് പുറത്തിറങ്ങിയ എൻറ്റയർലി ടെർമിനൽ വേറെ തന്നെയാണ് വരുന്നത്. സോ അതിന് മുകളിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ വേറെ ഒരു ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ഇറങ്ങി ടാക്സി ഓടിച്ച് പോവാം. ബാഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആയി. ടെർമിനൽ 2ലേക്ക് എന്താ പറയാ, അത്യാവശ്യം റോഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നല്ല ഭയങ്കര എന്താ പറയാ ട്രാഫിക്കുള്ള ഏരിയാസ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മള് രാവിലെ ഇറങ്ങിയോണ്ടാണെന്നും നമുക്ക് അത്ര ട്രാഫിക്കും ഇഷ്യൂസും ഒന്നും ഉണ്ടായിട്ടില്ല. നോർമലി നമുക്ക് എവിടെയൊക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ബട്ട് ടെർമിനൽ 3-ന്ന് 2ലേക്കൊക്കെ ഉള്ള ഭയങ്കര ദൂരമാണ്, തോന്നുന്നു 20 മിനിറ്റിന് മുകളിലുണ്ട്. അങ്ങനെ നമ്മള് ടെർമിനൽ 2-ലെത്തിയിട്ടാണുള്ളത്. എയർ ഏഷ്യന്റെ ഫ്ലൈറ്റ് ആണ് നമുക്ക് ഇവിടുന്ന് പോകാനുള്ളത്. സോ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്. ഇവിടുന്ന് ഞാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യൂട്ടോ പ്രിൻസസിലേക്കാണ്. നമ്മൾ രണ്ടാമത് അടുത്ത പോകാൻ പോകുന്നത് ഈ എയർ ഏഷ്യന്റെ കാണുന്ന ഫ്ലൈറ്റിലാണ്. നമ്മൾ 9 മണിക്കൂർ ഇപ്പോൾ അവിടുന്ന് വന്നു. ഇനി അവിടുത്തെ അടുത്ത നമ്മൾ 3 മണിക്കൂറേക്ക് ഇതുകൊണ്ടൊരു ഫ്ലൈറ്റ് എടുക്കാണ്. 1 hour 30 minutes അടുത്ത ഫ്ലൈറ്റിൽ നമ്മൾ നേരെ പോകാൻ പോകുന്നത് പ്യൂട്ടോ പ്രിൻസസിലേക്കാണ്. ഡെസ്റ്റിനേഷൻ തീർന്നില്ല, പ്യൂട്ടോ പ്രിൻസസിൽ വീണ്ടും അടുത്ത സ്ഥലത്തേക്കാണ്. 1.5 മണിക്കൂർ ട്രാവലിന് ശേഷമാണ് നമ്മളിവിടെ വന്നിറങ്ങിയിട്ടുള്ളത്. പ്യൂട്ടോ പ്രിൻസസ് എയർപോർട്ടിലാണുള്ളത്. PPS അതായത് നമ്മൾ വന്ന എയർലൈൻസ് ഉണ്ടായിരുന്നത്. ഞാൻ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ അങ്ങനെ അവരെ വിളിച്ച് വാനിൽ കൊണ്ടുപോകാനൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ. അവിടെ കുറെ വാന് നിർത്തിയിട്ട് നമുക്ക് കാണാം. ഇവരൊക്കെ അതങ്ങനെ വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് 5-6 മണിക്കൂർ എടുക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 10 മണിയാകുമ്പോഴേക്ക് ഹോസ്റ്റലിൽ എത്താന്നാണ് വിശ്വസിക്കുന്നത്. സോ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. മല്ല വരാം, മല്ലെന്ന് പ്യൂട്ടോ പ്രിൻസസിലേക്ക് വരാം, അവിടുന്ന് എലിനോടിലേക്ക് പോകുക. കാരണം ഡയറക്റ്റ് എലിനോടിലേക്കുള്ള ഫ്ലൈറ്റ് ഭയങ്കര പ്രൈസാണ്. 500 dirhams 600 dirhams ഉണ്ട്. എനിക്ക് 120 dirhamsനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി നേരത്തെ എടുക്കുകയാണെങ്കിൽ അതിനും കുറഞ്ഞ 100ന്റെ താഴെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം നോക്കുന്ന സമയത്ത്.
പ്ലാൻ ചെയ്യുന്ന സമയത്ത്. സോ ഇവിടുന്ന് ഇനി ഒരു 600-700 പെസോ ആണ് നമുക്കുള്ള കോസ്റ്റ് ഇവരുടെ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. 500 മുതൽ ബാർഗെയിൻ ചെയ്ത് കിട്ടും. ഞാൻ പിന്നെ ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യുന്നതിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 700 പെസോ ഒക്കെ അഗ്രി ചെയ്താണ്. റൊണാൾഡ്, just show me the name. Show me the name. ഓക്കെ, മുഹമ്മദ് മഷീർ എന്നാണ് എഴുതി. അപ്പൊ കുറച്ച് കൺഫ്യൂഷന്റെ മുകളിൽ ഇരുന്നാണ്. ഹായ്. അപ്പൊ കുറച്ച് കൺഫ്യൂഷനിൽ എന്റെ പേരാണോ അല്ലേ എന്നുള്ള ഡൗട്ടിലിരുന്നു. പിന്നെ മുഹമ്മദ് എന്ന് വെച്ചിട്ട് അങ്ങനെ ആളെ വരാനില്ലല്ലോ, പറയാൻ പറ്റില്ല, വല്ല സൗദിക്കാർ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഹോസ്റ്റലിൽ വിളിച്ച് നമ്പർ എടുത്ത്, അപ്പൊ ആക്ച്വലി ഞാൻ പറഞ്ഞ വാൻ ഡ്രൈവർ വേറൊരാളെ വിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ കൺഫ്യൂഷൻ ഉണ്ടായത്. പിന്നെ മെസ്സേജസ് കാണിച്ചു കൊടുത്ത് കൺഫേം ചെയ്ത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ്. ലോങ് ജേർണിയാണ്. ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്താ, ഉറങ്ങിയിട്ടില്ല. ഇതാണ് നമ്മളെ പറക്കും പേട കേട്ടോ. യെസ്, ഇതിൻ്റെ അകത്താണ് പോകേണ്ടത്. നമുക്ക് ലഗേജ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അതാ ഇവിടെ ഇങ്ങനെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നേരമായി ഒരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ഷോപ്പിലൊക്കെ ഇറങ്ങി ഇവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാൻ വത്തക്കൊക്കെ ഉണ്ടോ? വത്തക്ക കിട്ടൂടെ? അതുപോലെ വലിയ പ്രൈസ് ഒന്നുമില്ല. അതിന്റെ ലോക്കലി എന്തൊക്കെ ഉണ്ടാക്കിയ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആണ്. ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും. വെള്ളം, ഐസ്ക്രീം, ലോക്കൽ വൈബ്. നമ്മൾ ഒരുപാട് വെള്ളം ഇങ്ങനെ ഇവരിങ്ങനെ വാനാകുമ്പോഴുള്ള ഈ ഒരു പ്രശ്നമുണ്ട്. ഇവര് കുറച്ചാളെ കയറ്റി വന്ന് പിന്നെ ബാക്കിയുള്ള ഒരു ടൈപ്പായിട്ട് വേറെ എവിടുന്നൊക്കെ ആൾക്കാർ വന്ന് ഫുള്ളായിട്ട് ഒരു വണ്ടി എടുക്കുള്ളൂ. ഇപ്പൊ ക്യാഷ് മുതലാവുന്ന രീതിയിൽ നമ്മൾ ഓൾമോസ്റ്റ് 1 hour ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് ബ്രദർ. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണുള്ളത് ഇവിടെ ഹെൽത്ത്. സോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡ്. നല്ല കണ്ടപ്പോ തന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. എന്ത് ലെവലിൽ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണോ എന്ന് അറിയില്ല. ഞാനൊരു എനർജി ഡ്രിങ്ക് സ്റ്റിങ് മാത്രം വാങ്ങിയിട്ട് പോവാണ്. ഞാൻ അവിടെ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. നമ്മള് പുറപ്പെട്ട് കുറെ നേരം ആൾക്കാരെ വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മള് നേരെ സ്പോട്ടിലേക്ക് പോകാം കേട്ടോ. ഈ 2 മണിക്കൂർ കൂടി നമ്മൾ ഹോസ്റ്റലിൽ എത്താൻ വിചാരിക്കുന്നത്. Hello everybody, my name is Elad, living in Israel. Next is you. Hello, my name is Barry from Indonesia. Okay. First time in Philippines, Palawan. So you have to say something in Indonesian. Apa kabar? It's like welcome to Indonesia. Like how are you guys? Like what's up? Okay, what's up? Let's say hi. കോട്ട പ്രിൻസസിൽ നമ്മള് എന്നോടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ ടീമിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് മീറ്റ് ചെയ്ത് കുറെ ആൾക്കാരെ മീറ്റ് ചെയ്തു. ഇസ്രായേലിലുള്ള ആൾക്കാർ, ഇന്തോനേഷ്യയില്, അങ്ങനെ പല ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് നമുക്കിതൊക്കെ ഒരു ബെനിഫിറ്റ് ആണ്. അവരോടൊക്കെ സംസാരിക്കാം. നമ്മുടെ ലാംഗ്വേജ് കാര്യങ്ങൾ, അവരോടൊക്കെ നമ്മുടെ നാടിനെ പറ്റിയുള്ള തോട്ട്സ് അവർ ഷെയർ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് അവരുടെ നാടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം, ടൂറിസത്തിനെ പറ്റി ചോദിക്കുക, അവരുടെ പ്ലാൻസ് മനസ്സിലാക്കുക. അതൊക്കെ ഒരു നല്ല ഓപ്ഷൻസ് ആണ്. അപ്പൊ നമ്മള് വന്നിട്ട് ഇവിടെ ഇറങ്ങി ഇനി നമ്മൾ ഒരു ട്രൈസിക്കിളിൽ കയറിയിട്ട് പോകുമ്പോഴാണ് ഹോസ്റ്റലിലേക്ക്. 6 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. 1.5 കിലോമീറ്റർ. അതുകൊണ്ട് Yes, please do. First class. Okay. നമ്മളെ ഹോസ്റ്റലിലേക്ക് കയറി വന്ന് Okay, so hi, welcome to Happiness Hostel in El Nido. Nice to meet you. You're welcome. ഇതാണ് നമ്മളെ ഹോസ്റ്റല്. നമ്മളെ ഓൾമോസ്റ്റ് 4 days 285 ദിർഹംസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ഹോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ്. സോ ചെക്കിനൊക്കെ ചെയ്തു. ഇതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ ഒരുപാട് ടൂർസ് ABCD ഒക്കെ ഇവർ തന്നെ വരുന്നുണ്ട്. ഞാൻ നാളത്തേക്ക് ടൂർ C ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് നാളെ കാണാം. നമ്മള് ഇവിടെ ഫുഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ചോദിച്ച് കഴിക്കണം. പക്ഷെ ചിക്കനാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമ്മുടെ ഹോസ്റ്റൽ ഇതാ ഈ കാണുന്ന ഹോസ്റ്റലിന്റെ ബാറിൽ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറന്റ് കം ബാറാണ്. അവിടെ നമുക്ക് 15% ഓഫ് കിട്ടും. നമ്മുടെ ഈ ഒരു അവർ കൈ കെട്ടിരിക്കുന്ന ഇവരുടെ ഈ ഒരു റിബൺ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ. ഇതിന് ഏകദേശം ഒരു 5 ദിർഹംസും അതിന്റെ 3.5 ദിർഹംസ്, ഒരു 9 ദിർഹംസ് ആ ലെവലാട്ടോ വരുന്നത്. ഫുഡ് വലിയൊരു എക്സ്പെൻസ് എന്ന് പറയാനില്ല. നമുക്കൊരു 3.5 50-60 ദിർഹംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാം.
എവിടെ പോയാലും അത്യാവശ്യം നോർമൽ റേറ്റിനാണ്. ഈവൻ എയർപോർട്ടിലൊക്കെ എനിക്ക് വലിയ റേറ്റ് ഒന്നും തോന്നിയിട്ടില്ല. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. പക്ഷെ കഴിക്കാൻ പറ്റുന്ന ഫുഡ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത്. സോ നമ്മൾ ഇന്നലെ രാത്രി 9:05 തുടങ്ങിയ യാത്ര നമ്മള് ദേവൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ രാവിലെ വന്ന് നേരത്തെ ലാൻഡ് ചെയ്തു. സെബു പസിഫിക്കിലായിരുന്നു യാത്ര ചെയ്യുന്നത്. വിസ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വീടിന് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മനിലയിൽ നിന്ന് നമ്മൾ ടെർമിനൽ 2 പോയി ഒരു ടാക്സി ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ അടുത്ത ഒരു ഫ്ലൈറ്റിന് എയർ ഏഷ്യയുടെ മറ്റൊരു ഫ്ലൈറ്റിന് ക്യോട്ടോ പ്രിൻസസിൽ വന്നു. ഫ്ലൈറ്റ്സ് എല്ലാം ഓൺ ടൈം ആയിരുന്നു. നേരത്താണ് ലാൻഡ് ചെയ്തത്. അവിടുന്ന് ഞാൻ ഹോസ്റ്റലിന് അറേഞ്ച് ചെയ്ത ഒരു വാൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നേരെ ഹോസ്റ്റലിൽ ചെക്ക് ചെയ്തു. ഹോസ്റ്റലിലെ പേയ്മെന്റ് ഓൾറെഡി ബുക്കിന് കൊടുക്കുമെന്ന് കട്ട് ചെയ്തതാണ്. അപ്പൊ അവരുടെ ഡെപ്പോസിറ്റ് 1000 വാങ്ങിച്ചു. നാളെ ഒരു ടൂർ ഞാൻ ഇവർ ത്രൂ തന്നെ ബുക്ക് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ പേയ്മെന്റ് കൊടുത്തു. തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഒരു ലെമൺ ജ്യൂസും ഒരു ഷവർമ അടിച്ചു. അപ്പൊ ഞാൻ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. ഡേ 1 ഡേ 2